വിഴിഞ്ഞം ഓരോ മലയാളിക്കും താല്പര്യമുണ്ട്. എന്താണ് താങ്കളുടെ അമിത താല്പര്യമെന്ന് മുഖ്യമന്ത്രിയോട് കെ രാഗേഷ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കാര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല ഓരോ മലയാളിക്കും താല്പര്യമുള്ളതാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് കാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചോദ്യമുയർത്തിയിരുന്നു. ഇതിന് മറുപടിയുമായാണ് ഇപ്പോൾ കെ രാഗേഷ് രംഗത്തെത്തിയത്. കേരളത്തിന്റെ പൊതുമുതൽ കൈമോശം വരാതിരിക്കാനുള്ള ജാഗ്രതയുടെ താല്പര്യം ജില്ലാ സെക്രട്ടറിക്കുണ്ട്. ജനാധിപത്യ ബോധത്തിന്റെ താല്പര്യമാണത്. അക്കാര്യം ചോദിക്കുമ്പോൾ ഇത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയോട് തിരിച്ചും ചോദ്യങ്ങളുണ്ടാകും. എന്താ ഇത്ര ഇൻട്രസ്റ്റ്? തീർച്ചയായും താല്പര്യമുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ പൗരനും ആ താല്പര്യമുണ്ട്. കേരളത്തിന്റെ പൊതുമുതൽ കൈമോശം വരാതിരിക്കാനുള്ള ജാഗ്രതയുടെ താല്പര്യമാണത്. ജനാധിപത്യ ബോധത്തിന്റെ താല്പര്യമാണത്. അത് ശബ്ദമുയർത്തി ചോദിക്കുമ്പോൾ ഇത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്ന താങ്കളോട് ഒരു ചോദ്യം ആവർത്തിക്കട്ടെ. എന്താണ് വിഴിഞ്ഞത്തോടുള്ള അമിത താല്പര്യം? പത്രസമ്മേളനങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന അപൂർവം ചില മാധ്യമങ്ങളെ വിരട്ടുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് താങ്കളുടെ ശൈലിയായി മാറിയിട്ടുണ്ട്. പൊതുപ്രവർത്തകരെ ആകെ അത്തരത്തിൽ വിരട്ടി നിർത്താമെന്ന് കരുതരുത്. താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, മഹാരാജാവല്ല. ഇന്നത്തെ അസ്വസ്ഥത കണ്ടപ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ താങ്കളെ പ്രതിരോധത്തിലാക്കിയെന്നത് വ്യക്തമായി. താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ, ശരീരഭാഷ തുടങ്ങിയവയൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതിയിലായിരുന്നില്ല എന്ന് തുറന്നു പറയട്ടെ. സ്വന്തം പാർട്ടിയിലെ കമന്റ് തൊഴിലാളികൾക്കും സൈബർ ഗുണ്ടകൾക്കുമാണ് ആ ഭാഷ ഇണങ്ങുക എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. അഹിതമായ രീതിയിൽ വിഴിഞ്ഞം ഡീലിന് താങ്കൾ വഴിയൊരുക്കുമ്പോൾ കേരള ജനതയ്ക്ക് തങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചില സംശയങ്ങൾ നിലവിലുണ്ട്. നാൾക്ക് നാൾ അത് വർദ്ധിക്കുക തന്നെയാണ്. എന്തിനാണ് ധനം, നിയമം, തുറമുഖം വകുപ്പുകൾ മുഖ്യമന്ത്രി ബോധപൂർവം ഏറ്റെടുത്തത്? എന്തിനാണ് വിഴിഞ്ഞം പോർട്ട് മുൻ MDയെ തിടുക്കപ്പെട്ട് മാറ്റിയത്? എന്തിനാണ് ഭരണത്തിലേറും മുമ്പ് പ്രത്യേക വിമാനത്തിൽ മംഗലാപുരത്ത് അദാനി അധികൃതരെ കണ്ടത്? ആരാണ് ആ പ്രത്യേക വിമാനത്തിന്റെ ചിലവ് വഹിച്ചത്? ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനം നടത്തിക്കൊണ്ട് സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനയുമായി മുന്നോട്ടു പോകാൻ എവിടെ നിന്നാണ് അദാനിക്ക് ധൈര്യം കിട്ടിയത്? അദാനിയുടെ പ്രസ് റിലീസ് കണ്ടാണ് കച്ചവടത്തിന്റെ കാര്യം അറിയുന്നത് എന്ന് പറയുവാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ലജ്ജയില്ലേ? അതുകൊണ്ട് തന്നെ ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയെ, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്നതിനെതിരെ ഇനിയും ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും. കെ രാഗേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു.